ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ളതും അത്യപൂർവമായ ഒരു ജീവിയാണ് റെഡ് പാണ്ട. ഇന്നത്തെ വീഡിയോ റെഡ് പാണ്ടയെക്കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. റെഡ് പാണ്ടയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സിക്കിമിലെ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിലും അതുപോലെ ഈ റെഡ് പാണ്ട കാണുന്ന പല ഹാബിറ്റാറ്റുകളും ഞാൻ അവിടെ പോയിട്ടുണ്ട്. സിക്കിമിൻ്റെ പല കാടുകളിലും ഡാർജിലിങ്ങിലുള്ള പല കാടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും വെച്ച് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ റെഡ് പാണ്ടയെ കാണാൻ പറ്റിയിട്ടില്ല. അവസാനം എനിക്ക് കാണാൻ പറ്റിയത് ഡാർജിലിങ്ങിലെ ഒരു സൂവിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ റെഡ് പാണ്ടയെ കാണാൻ പറ്റിയത്. അവിടെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂ ഉണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അതൊരു റെഡ് പാണ്ടയുടെ ബ്രീഡിംഗ് കേന്ദ്രം കൂടെയാണ്. ഈ കഴിഞ്ഞ 2024 ഏകദേശം 16-17 റെഡ് പാണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവർ റെഡ് പാണ്ടകളൊക്കെ ബ്രീഡ് ചെയ്യിച്ചിട്ട് തിരിച്ചവർ അടുത്തുള്ള സിംഗലീല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവരെ തിരിച്ച് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. റെഡ് പാണ്ടകൾ ഇങ്ങനെ നിലത്തൂർ ഓടി നടക്കുന്നുണ്ട്. അവിടെ കുറേ മരങ്ങൾ ഉണ്ട്. മരത്തിൻ്റെ അകത്ത് നല്ല കമ്പുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. കമ്പിൽ കൂടെ ഇവർ കയറി നടക്കുന്നു, ഓടി നടക്കുന്നതും കുറേ ഫോട്ടോ എടുക്കാനും കുറേ നോക്കി നിൽക്കാനും എനിക്ക് പറ്റി. അപ്പോൾ അതിനെ കണ്ടപ്പോഴത്തേന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് എനിക്ക് തോന്നി റെഡ് പാണ്ടയാണ്. റെഡ് പാണ്ട നല്ല ചുവപ്പ് കൂടിയ ചെമ്പൻ കളറിലാണ് റെഡ് പാണ്ട കാണപ്പെടുന്നത്. അതിന്റെ മുഖമൊക്കെ നല്ല വെളുത്ത നിറത്തിലാണ്. കണ്ണിന് അടുത്തുനിന്ന് താഴോട്ട് ഈ വായുടെ അങ്ങോട്ട് ചെറിയൊരു കറുത്ത അല്ലെങ്കിൽ ഒരു ചെമ്പിച്ച കളർ താഴോട്ടൊരു ലൈൻ വരുന്നുണ്ട്. നമ്മുടെ ചീറ്റപ്പുലിക്കൊക്കെ ഉള്ള പോലുള്ള ചെറിയൊരു ലൈനാണ് താഴോട്ട് മുഖത്തിന് അങ്ങോട്ട് വരുന്നത്. ഇത് മെയിനായിട്ട് ഈ വലിയ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേന് അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ലൈനുള്ളത്. അതുപോലെ തന്നെ കണ്ണിന് മേളിലായിട്ട് 2 വെളുത്ത പുരികം മേളിലോട്ട് പോകുന്നുണ്ട്. നല്ല നീളമുള്ള വെളുത്ത മീശരോമങ്ങളുണ്ട്. കൂർത്ത ചെവിയാണുള്ളത്. നല്ല വാല്, നല്ല ബുഷിയായിട്ടുള്ള നീളമുള്ള ടെയിലാണ്. അതിലൊക്കെ നല്ല ചെറിയ ഇരുണ്ട നിറത്തിലുള്ള റിങ്ങുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ കാലുകൾക്കും കൈക്കും അതിൻ്റെ വയറിനും ഒക്കെ നല്ല കറുത്ത നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ റെഡ് പാണ്ടയെ തിരിച്ചറിയാൻ പറ്റും. ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഒരു 3 കിലോ മുതൽ 6 കിലോ വരെ ഭാരം വെക്കും ഈ റെഡ് പാണ്ടകൾക്ക്. ഫയർഫോക്സ്, ലെസർ പാണ്ട, റെഡ് ക്യാറ്റ് ബെയർ എന്ന് പറഞ്ഞ് 2-3 നിക് നെയിംസ് ഉണ്ട് ഈ റെഡ് പാണ്ടയ്ക്ക്. നമുക്കൊക്കെ ഫോട്ടോ കൊണ്ട് നല്ല പരിചയമുള്ള പാണ്ട എന്ന് പറയുന്നത് ഒരുപക്ഷെ ജയന്റ് പാണ്ട ആയിരിക്കും. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ആ വലിയ പാണ്ട. ആ പാണ്ട ചൈനയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ജയന്റ് പാണ്ടയെ കണ്ടുപിടിക്കുന്നതിന് ഏകദേശം 50 വർഷം മുമ്പ് തന്നെ ഈ റെഡ് പാണ്ടയെ കണ്ടുപിടിച്ചിരുന്നു. റെഡ് പാണ്ടയെ കണ്ടുപിടിച്ചത് 1825 ഫ്രെഡറിക് ക്യുവിയർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് എക്സ്പ്ലോററാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കുറേയേറെ മാമൽസിനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ്. ഏകദേശം 40-ലധികം മൃഗങ്ങളെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ റെഡ് പാണ്ടയെ കണ്ടെത്തിയത് ഹിമാലയത്തിൽ നിന്നാണ്. അദ്ദേഹം കണ്ടുപിടിച്ചപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള ജീവികളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് ഈ റെഡ് പാണ്ട എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ചൈനയിൽ കാണുന്ന ജയന്റ് പാണ്ടയും ഈ റെഡ് പാണ്ടയും പേരുകളിലൊക്കെ സാമ്യം ഉണ്ടെങ്കിലും ഇവർ രണ്ട് കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജയന്റ് പാണ്ടയെ അർസിഡ എന്ന് പറഞ്ഞൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന തേൻകരടിയൊക്കെ അല്ലേ, കരടി, അതിൻ്റെ ഫാമിലിയിൽ തന്നെയാണ് ജയന്റ് പാണ്ടയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് കാലത്ത് റെഡ് പാണ്ടയെ ഉൾപ്പെടുത്തിയിരുന്നത് റക്കൂണുകൾ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയിലായിരുന്നു. പിന്നീട് പുതിയ പഠനങ്ങൾ അനുസരിച്ച് മനസ്സിലായി ഇവർ പ്രത്യേകമായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫാമിലിയിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയിലുരിഡെ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഈ റെഡ് പാണ്ടകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരൊരു മോണോട്ടിപ്പിക് ഫാമിലിയാണ്. മോണോട്ടിപ്പിക് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയിൽ വേറെ മൃഗങ്ങളൊന്നുമില്ല, റെഡ് പാണ്ടകൾ മാത്രമേ ഉള്ളൂ. ഈ പാണ്ട എന്ന് പേര് വരാനും ഒരു രസകരമായിട്ടൊരു വാക്കുണ്ട്. ഇത് നേപ്പാളിലെ പൊന്യ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പൊന്യ എന്ന് പറഞ്ഞ വാക്ക് അവരത് ഉപയോഗിക്കുന്നത് ഈ മുളകൾ കഴിക്കുന്ന ജീവികൾ അവർ പൊന്യ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ആ വാക്കിൽ നിന്ന് ലോപിച്ചാണ് ഈ പാണ്ട എന്നുള്ള പേര് വന്നെന്നാണ് കരുതപ്പെടുന്നത്. ഈ റെഡ് പാണ്ടയും ജയന്റ് പാണ്ടയും നമുക്ക് ഒരേ സ്ഥലത്ത് കാണാൻ പറ്റും. അത് ചൈനയിലാണ്. ചൈനയിലെ സിച്ചുവാൻ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഈ 2 മൃഗങ്ങളെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ റെഡ് പാണ്ടയും ജയന്റ് പാണ്ടയും ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. റെഡ് പാണ്ടകളെ അടുത്തിടയ്ക്ക് ഒരു പഠനം വന്നതനുസരിച്ച് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഹിമാലയൻ റെഡ് പാണ്ട, 2 ചൈനീസ് റെഡ് പാണ്ട. ഹിമാലയൻ റെഡ് പാണ്ടകളെ കാണുന്നത് ഇന്ത്യയിൽ കാണുന്നുണ്ട്, നേപ്പാളിൽ കാണുന്നുണ്ട്, പിന്നെ ഭൂട്ടാനിലും കാണപ്പെടുന്നുണ്ട്. അതേസമയം ചൈനീസ് റെഡ് പാണ്ടകളെ ചൈനയിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ മ്യാൻമാറിലുമാണ് ചൈനീസ് റെഡ് പാണ്ടകളെ കാണപ്പെടുന്നത്. ഹിമാലയൻ റെഡ് പാണ്ടയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിമാലയൻ റെഡ് പാണ്ടയുടെ മുഖത്ത് വെള്ള നിറം കൂടുതലായിരിക്കും. അതേസമയം ചൈനീസ് റെഡ് പാണ്ടയുടെ മുഖത്തൊക്കെ ഈ ചെമ്പൻ കളർ കൂടുതലായിട്ടിരിക്കും. അതുപോലെ ഹിമാലയൻ പാണ്ടയ്ക്ക് വാലിന് അത്ര പ്രോമിനൻ്റ് ആയിട്ടുള്ള റിങ് കാണത്തില്ല, വാലിലൊക്കെ അത്ര പ്രോമിനൻ്റ് അല്ല. അതേസമയം ചൈനീസ് റെഡ് പാണ്ടയുടെ വാലിനൊക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള റിങ്ങുകൾ കാണുകയും ചെയ്യാം. വലിപ്പ കൂടുതലുമുണ്ട് ചൈനീസ് റെഡ് പാണ്ട. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് ചൈനീസ് റെഡ് പാണ്ടയും ഹിമാലയൻ റെഡ് പാണ്ടയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഹിമാലയൻ റെഡ് പാണ്ടയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഹിമാലയൻ റെഡ് പാണ്ട ഇന്ത്യയിൽ എവിടെയൊക്കെ കാണുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇന്ത്യയിൽ കാണപ്പെടുന്നത് സിക്കിമിൽ കാണപ്പെടുന്നുണ്ട്, ഡാർജിലിംഗിൽ കാണപ്പെടുന്നു, വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിൽ കാണപ്പെടുന്നുണ്ട്, അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ മേഘാലയത്തിലുമാണ് ഈ ഹിമാലയൻ റെഡ് പാണ്ടയെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഡാർജിലിംഗിലെ അടുത്തുള്ള ഈ സിംഗലീല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്
ആണ് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെ പോയിരുന്നു. അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സിക്കിമിൻ്റെ സംസ്ഥാന മൃഗവുമാണ് ഈ റെഡ് പാണ്ട. ഈ റെഡ് പാണ്ടകളെ സാധാരണയായിട്ട് കാണപ്പെടുന്ന 2000 മുതൽ 4800 മീറ്റർ ഉയരമുള്ള കാടുകളിലാണ് കാണപ്പെടുന്നത്. ഹിമാലയത്തിലുള്ള കാടുകളിലാണ് കാണപ്പെടുന്നത്. ഹിമാലയത്തിലെ കാടുകളിൽ പ്രത്യേകിച്ച് മുളം കാടുകൾ, അടിക്കാടുകളായിട്ടുള്ള കാടുകളിലാണ് ഈ റെഡ് പാണ്ടയെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുതന്നെ ആ കാടുകളിൽ നല്ല കനോപ്പി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കനോപ്പി വേണം, നല്ല ഇലച്ചാർത്തുള്ള മരങ്ങൾ ചേർന്ന് നിൽക്കുന്ന കാടുകളായിരിക്കണം. അതുപോലെ തന്നെ റോഡോഡെൻഡ്രോം മരങ്ങൾ നിറഞ്ഞ കാടുകളിലും ഇവരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാലോ, ഈ പാണ്ടകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മുളകളാണ്. ഏകദേശം 95% ഭക്ഷണവും അവർ മുളകളാണ് കഴിക്കുന്നത്. മുളകളുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ആ ഹിമാലയത്തിൽ തന്നെ ഏകദേശം 40-ലധികം വെറൈറ്റി മുളകളുണ്ട്. എന്നിരുന്നാലും ഇവർ ആകെ കഴിക്കുന്ന 1-2 വെറൈറ്റി മുളകൾ മാത്രമാണ് ഇവർ കഴിക്കുന്നത്. ഇവർ ഭയങ്കര ഫസി ഈറ്റേഴ്സാണ് ഈ പാണ്ടകൾ. ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേന് വേറെ കാര്യം കൂടെ പറയണം. കാരണം ഇവരുടെ വയറിൻ്റെ കാര്യം. ഇത് ആക്ച്വലി ഈ പാണ്ടകളുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർണിവോർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുവയുടെയും പുലിയുടെയൊക്കെ ആൻസിസ്റ്റേഴ്സ് പോലത്തെ ഒരു ആൻസിസ്റ്റർ ആയിരുന്നു ഈ പാണ്ടകളുടെ ആൻസിസ്റ്റേഴ്സും. അപ്പോൾ ഇവരുടെ വയറെന്ന് പറയുന്നത് ഒരു കാർണിവോറിന് ഉതകുന്ന ഒരു വയറാണ്. പക്ഷേ ഇവർ കഴിക്കുന്ന മൊത്തം മുളയാണ് കഴിക്കുന്നത്. 95% മുള കഴിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 മുതൽ 30% മാത്രം മുള ഇവർക്ക് ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി 70 മുതൽ 80% വരെ മുള ഇവർ അൺഡൈജസ്റ്റഡ് ആയിട്ട് പുറന്തള്ളുകയാണ് ചെയ്യപ്പെടുന്നത്. ഈ പാണ്ടകളുടെ വേറെ പ്രത്യേകത, ഇവർ ഈ മുളയൊക്കെ കഴിക്കുന്ന സമയത്ത് മണിക്കൂറുകൾ എടുത്താണ് ഇവർ ഈ മുളകൾ കഴിച്ചു തീർക്കുന്നത്. ഏകദേശം 10-12 മണിക്കൂറൊക്കെ ദിവസം മുഴുവൻ ഇവർ മുള കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കറിയാലോ ഒരു 20-30% മാത്രമാണ് ദഹിച്ചു പോകുന്നത്. പക്ഷേ ഈ ദഹിക്കാനും കുറേയേറെ സമയമെടുക്കും. കാരണം ഇവരുടെ വയറിൻ്റെ അകത്തൊന്നും ഈ മുള ദഹിപ്പിക്കാനായിട്ടുള്ള കുറേ ബാക്ടീരിയാസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കാർണിവോറിൻ്റെ സ്റ്റൊമക്കാണ് അവർക്ക്. അപ്പോൾ ഇവർ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഈ ചെറിയ ശതമാനമെങ്കിലും മുളയൊക്കെ ഇവരുടെ വയറ്റിനുള്ളിൽ ദഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ മറ്റുള്ള ജീവികളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് കൈവിരലിൽ 5 വിരലുകളുണ്ട്. അതുപോലെ പാണ്ടകൾക്കുണ്ട് 5 വിരലുകൾ. അതുപോലെ തന്നെ അവർക്കൊരു സ്യൂഡോ തമ്പുണ്ട്. ഈ കൈയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫിംഗർ പോലെ കാണാം. അതിനെ സ്യൂഡോ തമ്പെന്നാണ് പറയുന്നത്. മുളയൊക്കെ പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ മരം കയറാനും ഒക്കെ ഈ സ്യൂഡോ തമ്പ് ഇവരെ സഹായിക്കാറുണ്ട്. ഈ പാണ്ടകളൊക്കെ അർബോറിയൽ ആനിമലാണ്. കൂടുതലായിട്ട് സമയത്ത് മരത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർ ക്രെപ്പസ്കുലർ ആനിമൽസ് ആണ്. ക്രെപ്പസ്കുലർ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ആക്റ്റീവ് ആകുന്ന മൃഗങ്ങളെ ക്രെപ്പസ്കുലർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മരത്തിൻ്റെ മേളിൽ കിടന്ന് ഇവർ നന്നായിട്ട് ഉറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെയാണ് ഇവർ ആക്റ്റീവായിട്ട് മരത്തിന് മേളിൽ കൂടെ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഇവരെ ഒറ്റയ്ക്കാണ് കാണാൻ പറ്റുന്നത്. സോളിറ്ററി ആനിമൽസ് ആണ്. ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് ഇവരെ പേയേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്, 2 എണ്ണമായിട്ട്. ചില സമയത്തൊക്കെ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ 2 കുഞ്ഞുങ്ങളെയും അമ്മയൊക്കെ ഒരുമിച്ച് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. പാണ്ടകൾക്ക് നല്ല കൂർത്ത നഖമുണ്ട്. നഖം അവരുടെ മരം കയറാനായിട്ടാണ് ഇതുവരെ സഹായിക്കുന്നത്. മരത്തിൽ പെട്ടെന്ന് അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ മരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ തല താഴോട്ട് വെച്ചിട്ടാണ് പെട്ടെന്ന് മരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. ഇതിനൊക്കെ സഹായിക്കുന്നത് ഇവരുടെ കൂർത്ത നഖങ്ങളാണ്. ഈ പാണ്ടകൾ കഴിക്കുന്നത് 95% മുളകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ ഇവർ പക്ഷികളെ കഴിക്കാറുണ്ട്, പക്ഷികളുടെ മുട്ടകൾ കഴിക്കാറുണ്ട്, പലതരം പ്രാണികളെ കഴിക്കാറുണ്ട്, പലതരത്തിലുള്ള എലിവർഗത്തിൽപ്പെട്ട ജീവികളെയൊക്കെ ഈ പാണ്ടകൾ കഴിക്കാറുണ്ട്. പാണ്ടകളുടെ പ്രജനനകാലം എന്ന് പറയുന്നത് ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഇവരുടെ പ്രജനനകാലം. ആ പ്രജനനകാലത്ത് പാണ്ടകൾ തമ്മിൽ നല്ല ബോക്സിംഗ് മത്സരം, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നല്ല അടി വെക്കുകയും നല്ല കൂർത്ത നഖങ്ങളൊക്കെ വെച്ചിട്ട് മാന്തിപ്പറിക്കുക, നല്ല ബോക്സിംഗ് മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. സാധാരണ സമ്മർ സമയങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഈ പാണ്ടകളുടെ ഗർഭകാലം എന്ന് പറയുന്നത് 93 ദിവസം മുതൽ 156 ദിവസം വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും ദിവസത്തിൻ്റെ വ്യത്യാസം വരാനായിട്ട് ഒരു കാര്യമുണ്ട്. ഈ പാണ്ടകൾക്ക് അവരുടെ ഗർഭകാലം നീട്ടിവെക്കാനായിട്ട് പറ്റും. കാരണം ചില വർഷങ്ങളിലൊക്കെ നല്ല തണുപ്പ് കൂടുന്ന സമയത്തോ അല്ല മഴയുള്ള സമയത്തൊക്കെ സമ്മർ മാസങ്ങൾ കുറച്ച് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് അതിൻ്റെ ഗർഭകാലം നീട്ടിവെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പാണ്ടകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 90 ദിവസം മുതൽ 150 ദിവസം വരെയുള്ള ഇത്ര വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങൾ ഈ പാണ്ടകളുടെ ഗർഭകാലമായിട്ട് പറയപ്പെടുന്നത്. ഈ ഗർഭകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറാകുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെൺ പാണ്ട പോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ഏതെങ്കിലും നല്ലൊരു പൊത്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു നെസ്റ്റ് ഉണ്ടാക്കി വെക്കും. അതിന് പ്രസവിക്കാൻ പറ്റിയ രീതിയിൽ അവിടെ പോയിട്ടാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. സാധാരണ 2-3 കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ചില സമയത്ത് അത്യപൂർവമായിട്ട് 4 കുഞ്ഞുങ്ങളും ഉണ്ടാവാറുണ്ട്. അവർ ജനിക്കുന്ന സമയത്ത് അവർക്ക് കണ്ണിന് കാഴ്ചയൊന്നും കാണത്തില്ല. 1-2 ആഴ്ചയൊന്നും കണ്ണിന് കാഴ്ചയൊന്നും കാണത്തില്ല. ആ സമയത്ത് അമ്മ പാണ്ട തന്നെയാണ് മുലയൂട്ടുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 2-3 മാസം കഴിയുമ്പോഴാണ് ഇവർ ഈ നെസ്റ്റിന് വെളിയിൽ വന്നിട്ട് അമ്മയുടെ കൂടെ തന്നെ തീറ്റ തേടാനായിട്ട് തുടങ്ങുന്നത്. അതേസമയത്ത് ഇവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 1-2 ആഴ്ചയുള്ള സമയത്ത് ഏതെങ്കിലും ഡിസ്റ്റർബൻസോ
ഏതെങ്കിലും പ്രിഡേറ്റേഴ്സിൻ്റെ അടുത്തെങ്കിലും ഏതെങ്കിലും മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ തള്ളപ്പാണ്ട പോയിട്ട് കുഞ്ഞുങ്ങളെ അതിൻ്റെ വായ്ക്കകത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ 1 വർഷമാകുന്ന സമയത്തേക്കിന് കുഞ്ഞുങ്ങൾ ഏകദേശം അമ്മ പാണ്ടയുടെ അത്രയും തന്നെയൊക്കെ വലിപ്പം വെക്കും. അത് 1.5 വർഷം കഴിയുമ്പോഴത്തേക്കിന് അമ്മയുടെ ഏകദേശം സെയിം വലിപ്പം തന്നെ ആകുന്ന സമയത്ത് അമ്മ പാണ്ട കുഞ്ഞുങ്ങളെ പതിയെ അമ്മയുടെ അടുത്തുനിന്ന് ആട്ടിപ്പായിക്കാനായിട്ട് ശ്രമിക്കും. കാരണം കുഞ്ഞുങ്ങൾ പോയിട്ട് പുതിയ ടെറിട്ടറി തേടാനായിട്ടും ഭക്ഷണം തേടാനായിട്ടും സ്വന്തമായിട്ടും ഇര തേടാനായിട്ട് പ്രാപ്തരാകും ആ സമയമാകുമ്പോഴത്തേക്കിന്. ഈ പാണ്ടകളുടെ മുഖം നല്ല വെളുത്ത നിറത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറേ സയൻറ്റിസ്റ്റുകൾ പഠിച്ചപ്പോഴത്തേക്കിന് അവർക്കൊരു കാര്യം മനസ്സിലായത്, രാത്രി കാലങ്ങളിൽ ഈ പാണ്ടയുടെ കുഞ്ഞുങ്ങൾ അമ്മ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മുഖം വെളുത്ത നിറം ഇങ്ങനെ നന്നായിട്ട് ഇരുട്ടത്ത് നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പം അത് കണ്ടിട്ട് അമ്മ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് എളുപ്പത്തിൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണെന്നാണ് കുറേ പഠനങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ കാലിനും വയറിനും ഒക്കെ കറുത്ത നിറമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനും ഉണ്ടൊരു പ്രത്യേകത. ഈ കറുത്ത നിറം കൊണ്ട് അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുലിയും ക്ലൗഡർ ലെപ്പേർഡും യെല്ലോ ത്രോട്ടഡ് മാർട്ടിനൊക്കെയാണ്. അപ്പം ഈ റെഡ് പാണ്ട ഒരു മരത്തിൻ്റെ മണ്ടയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് താഴെ നോക്കുന്ന സമയത്ത് ഈ കറുത്ത നിറമായിരിക്കും അവർക്ക് കാണുന്നത്. പെട്ടെന്ന് ഈ റെഡ് പാണ്ടയെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഓർക്കും റെഡ് പാണ്ട നല്ല ചുവപ്പ് കളർ അല്ലെങ്കിൽ നല്ല ചെമ്പൻ കളറുള്ള ചുവപ്പ് നിറമുള്ള ഈ റെഡ് പാണ്ട പെട്ടെന്ന് എല്ലാ പ്രിഡേറ്റേഴ്സിനും കാണാൻ പറ്റുന്നു. പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ ഇരുളടഞ്ഞ ഒരു കാട്ടിൽ ഈ ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാമഫ്ലാജാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ മലയെണ്ണാനുണ്ട്. മലയെണ്ണാൻ്റെ നിറം നല്ല ചുവപ്പ് കൂടിയ നല്ല മറൂൺ കളറിലാണ്. ആ മറൂൺ കളർ നല്ല എവർഗ്രീൻ കാട്ടിലോ നല്ല ഇരുളടഞ്ഞ കാട്ടിലൊക്കെ നല്ല കാമഫ്ലാജായിട്ടിരിക്കും. പെട്ടെന്ന് പ്രിഡേറ്റേഴ്സിനൊന്നും ഈ കളർ ബ്ലൈൻഡ്, ഒരുവിധപ്പെട്ട എല്ലാവരും കളർ ബ്ലൈൻഡ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഈ റെഡും ഈ മറൂൺ കളറും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ല കാമഫ്ലാജായിട്ട് തന്നെയാണ് അത് ഇവരുപയോഗിക്കുന്നത്. പാണ്ടകളൊക്കെ ടെറിട്ടോറിയൽ ആനിമൽസ് ആണ്. അവരുടെ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മുതൽ 3.5 സ്ക്വയർ കിലോമീറ്റർ ഉൾപ്പെടുന്നതാണ് അവരുടെ ടെറിട്ടോറിയൽ. അതൊക്കെയാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ട് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് ഒരു അനൽ ഗ്ലാൻഡ് വെച്ചിട്ടാണ്. അനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിനടുത്തൊരു ഗ്ലാൻഡാണ് ഈ അനൽ ഗ്ലാൻഡ്. ഞാൻ സിവറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു അവർക്കും ഉണ്ട് ഇതുപോലെ ഗ്ലാൻഡുകൾ. അല്ലാതെ പാണ്ടകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. പാണ്ടകളുടെ വിരലുകളുടെ ഇടയ്ക്ക് ചെറിയൊരു സെൻ ഗ്ലാൻഡ് ഉണ്ട്. അത് വെച്ച് അവർ നടക്കുമ്പോൾ മരത്തിൻ്റെ മേളിൽ കൂടെയും പിന്നെ ഏതെങ്കിലും പാറയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീ സ്റ്റമ്പിൻ്റെ ഒക്കെ മണ്ടയ്ക്കോ ഇവർ പോയിട്ട് ഈ ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പാണ്ടകൾ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. ഈ പാണ്ടകളെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിൻ്റർ സമയത്തിൽ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പാണ്ടകളെ പകൽ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന സമയത്ത് പാണ്ടകളൊക്കെ മരത്തിന് മേലുള്ള വലിയ ബ്രാഞ്ചിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉറങ്ങുന്ന ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു ബോളായിട്ടാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്. തലയും മുഖവും ഒക്കെ അവരിങ്ങനെ വാലിലിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. പ്രത്യേകിച്ച് അവരുടെ മൂക്കിൻ്റെ പ്രത്യേകത, മൂക്കിൽ മാത്രമാണ് അവർക്ക് രോമമില്ലാത്ത, ബാക്കി ദേഹം മുഴുവൻ നല്ല തിക്കായിട്ടുള്ള രോമം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളറിയാം, നമ്മൾ നല്ല തണുപ്പത്ത് സമയത്ത് നമ്മളൊരു സ്കാർഫൊക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന് പറഞ്ഞ പോലാണ് ഈ പാണ്ടകൾ അവരുടെ വാലെടുത്തിട്ട് മൂക്കിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്. ഈ പാണ്ടകളൊക്കെ എല്ലാ വർഷവും ബ്രീഡ് ചെയ്യുന്ന ഒരു മൃഗമാണ്. ഏകദേശം 12 വയസ്സാകുമ്പോഴത്തേക്കിന് ഫിമെയിൽ ബ്രീഡിങ് നിർത്താറുണ്ട്. പിന്നെ ഒരു 12 മുതൽ 14 വയസ്സ് വരെ ഇവർ പതിയെ പ്രായമായി തുടങ്ങുന്നവർക്കൊക്കെ. അത് കഴിയുമ്പോഴത്തേക്കിനുള്ള പഠനങ്ങളൊന്നും അധികം ഇല്ല. ഇവർ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതേസമയം ക്യാപ്റ്റിവിറ്റിയിൽ 23 വർഷം ജീവിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാണ്ടകൾക്ക് കുറേയേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്. മെയിൻ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡർ ലെപ്പേർഡ്സ് ഉണ്ട്. ലെപ്പേർഡ്, നമ്മുടെ നാട്ടിലുള്ള പുലികൾ ഉണ്ട്. അവിടെ ഹിമാലയത്തിലുള്ള പുലികൾ ഇവരെ പിടിച്ച് തിന്നാറുണ്ട്. പിന്നെ യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ, നമ്മൾ മാർട്ടിനുകളെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ ഇവരെ പിടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുതുന്നത്, കാരണം പാണ്ടകളൊക്കെ മരത്തിന് മണ്ടയ്ക്ക് മാത്രം താമസിക്കുന്നതല്ല. അവർ ചില സമയത്ത് മരത്തിന് മണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മുളയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ചിലപ്പം വേറെ മരത്തിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് മരത്തിൽ നിന്നൊക്കെ താഴെ ഇറങ്ങിയിട്ട് വേറെ റോഡിൽ കൂടെ ഒക്കെ സഞ്ചരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഡോഗ്സ്, പട്ടികൾ, നാട്ടിലുള്ള പട്ടികളൊക്കെ പോയിട്ട് ഈ പാണ്ടയെ പിടിച്ചിട്ട് കടിച്ച് പറിച്ച് തിന്നാറുണ്ട്. അതാണ് ഇപ്പം പാണ്ടകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുള പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാട്ടിൽ നിന്ന് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പാണ്ടകൾ മെയിനായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ. ഹിമാലയൻ കാടുകളിൽ വളരെ പ്രത്യേകത ഉള്ളതും അട്രാക്റ്റീവുമായിട്ടുള്ളൊരു മൃഗമാണ് ഈ റെഡ് പാണ്ട. ഹിമാലയത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് തന്നെയാണ് ഈ മൃഗം. അപ്പോൾ ഇതൊക്കെയായിരുന്നു റെഡ് പാണ്ടയെ കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.